ഓക്കെ, അപ്പം നമ്മൾ ന്യൂറോമസ്കുലർ ഡിസോർഡേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മസ്കുലർ ഡിസോർഡേഴ്സ് തുടങ്ങി. അതിനകത്ത് ഇന്നലെ മയോട്ടോണിക് ഡിസ്ട്രോഫി പഠിച്ച, അടുത്താണ് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ DMD എന്ന് പറയും. ഓക്കെ, ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. അപ്പം ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്, DMD എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡിസ്ട്രോഫിനോപതീസ്. ഡിസ്ട്രോഫിനോപതീസ് എന്ന് പറഞ്ഞാൽ കുറെ അസുഖങ്ങളുണ്ട്. അതിനകത്ത് ഒരു സാധനമാണ് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, ഡിസ്ട്രോഫിനോപതി. അത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കോസ് പറയുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഇനി DMDയുടെ കോസ് പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫക്ട് ഇൻ ദ ഡിസ്ട്രോഫിൻ ജീൻ ഇൻ ദ ഷോർട്ട് ടേം ഓഫ് എക്സ് ക്രോമസോം. നമ്മുടെ എക്സ് ക്രോമസോമിനകത്ത് ഒരു അതിന്റെ ഷോർട്ട് ടേമിൽ ഒരു ഡിസ്ട്രോഫിൻ ജീൻ എന്ന് പറഞ്ഞ ജീൻ ഉണ്ട്. അപ്പൊ അതിന്റെ ആബ്സെൻസോ അല്ലെ അതിന്റെ എന്തെങ്കിലും ഡിലീഷൻ, മ്യൂട്ടേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, അപ്പൊ ഈ ഡിസ്ട്രോഫിൻ ജീൻ കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റുകളെയാണ് നമ്മൾ ഡിസ്ട്രോഫിനോപതീസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ട്രോഫിനോപതിയുടെ ഒരു എക്സാമ്പിൾ ആണ് DMD. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ പഠിച്ചിരുന്നു മയോട്ടോണിക് ഡിസ്ട്രോഫി ഏത് ഇൻഹെറിറ്റൻസ് ആണ് ഇസാന പഠിപ്പിച്ചായിരുന്നു. ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. അപ്പൊ ഇന്ന് പഠിക്കുന്ന ഇത് ഏതാണ്? DMD ഏതാണ്? എക്സ് ലിങ്ക്ഡ് ആണ്. ഓക്കെ, എക്സ് ലിങ്ക്ഡ്, എക്സ് ക്രോമസോം, അതുകൊണ്ടാണ് എക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. എക്സ് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അതിലൊരു എക്സാമ്പിൾ ആണ്, വേറൊരു എക്സാമ്പിൾ ആണ് ഡിസ്ട്രോഫിനോപതീസി വരുന്ന വേറൊരു എക്സാമ്പിൾ ആണ് ബെക്കേഴ്സ് മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, ഈ DMDയും ബെക്കേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഏജിന്റെ വ്യത്യാസം വെച്ചിട്ട് മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അതെന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിലും എന്താണ് ഡിസ്ട്രോഫിൻ ജീന്റെ ഒരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, ഡിസ്ട്രോഫിൻ ജീന്റെ ഡിഫക്റ്റ് ഉള്ളതിനാണ് നമ്മൾ ഡിസ്ട്രോഫിനോപതീസ് എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് DMD, അതേപോലെ ബെക്കേഴ്സ് മസ്കുലർ ഡിസ്ട്രോഫി. കുഴപ്പമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് കോസ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് DMD എക്സാമിന്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നൊരു സംഭവമാണ് നമ്മുടെ മയോപ്പതീസ് എല്ലാം. ഓക്കെ, മസിലിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് എല്ലാം പ്രോക്സിമൽ മസിൽസിനെ ആയിരിക്കും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. കൂടുതലും എക്സെപ്റ്റ് പറയാവോ? എക്സെപ്റ്റ് മയോട്ടോണിക് ഡിസ്ട്രോഫിയുടെ ടൈപ്പ് 1 ഇല്ലേ, ഇന്നലെ ഹിസാൻ പഠിപ്പിച്ചേ, അത് ഡിസ്റ്റൽ ആണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമാണ് എക്സെപ്ഷൻ. ഓക്കെ, ഇപ്പൊ ഇത് കൈ കാലാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കറിയാം പ്രോക്സിമൽ മസിൽസും ഉണ്ട്, ഡിസ്റ്റൽ മസിൽസും ഉണ്ട്. ഓക്കെ, എല്ലാവരെയും സോറി, ഡിസ്റ്റൽ മസിൽസ് ഉണ്ട്, പ്രോക്സിമൽ മസിൽസ് ഉണ്ട്. അപ്പൊ മയോപ്പതീസ് എല്ലാം കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് എങ്ങനത്തെയാണ്? ഒരു പ്രോക്സിമൽ മയോപ്പതിയാണ്. ഓക്കെ, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ഹിപ്പ് ജോയിന്റിന്റെ അവിടെ, ഇവിടെ പറയുവാണെങ്കിൽ എന്താ ഒരു ഷോൾഡർ ജോയിന്റ്, മനസ്സിലായി? ഒരു പ്രോക്സിമലി ആണ് കാണുന്നത്. ഓക്കെ, മയോപ്പതീസ് എല്ലാം എക്സെപ്റ്റ് ആണ് ഇന്നലെ പറഞ്ഞ എന്തോ കേസ്, മയോട്ടോണിക് ഡിസ്ട്രോഫിയുടെ ടൈപ്പ് 1. ഓക്കെ, മയോട്ടോണിക് ഡിസ്ട്രോഫിയുടെ ടൈപ്പ് 1 മാത്രം ഡിസ്റ്റലി ആണ് കാണുന്നത്. ഓക്കെ, യൂഷ്വലി അപ്പം ഈ പെരിഫറി കാണുന്ന പെരിഫറിൽ കാണുന്ന വീക്ക്നെസ് ഏതിലായിരിക്കും കാണുന്നത് കൂടുതലും? ന്യൂറോപ്പതിയിലാണ് ഡിസ്റ്റലി കാണുന്നത്. ഓക്കെ, പ്രോക്സിമലി കാണുന്നത് മയോപ്പതിയിലായിരിക്കും. അതൊരു ചുമ്മാ ഒരു ഡിക്റ്റും ഓർത്തുവെച്ചാൽ. ഓക്കെ, പ്രോക്സിമലി കാണുന്നത് മയോപ്പതിയിലായിരിക്കും, ഡിസ്റ്റലി കാണുന്നത്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കുറച്ച് മുമ്പ് പറയാം. അപ്പൊ ഇത് ആർക്കാണ് ഈ DMD വരുന്നതെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിക്കായിരിക്കും വരുന്നത്. ഓക്കെ, യൂഷ്വലി പറയുകയാണെങ്കിൽ ലെസ് ദാൻ 5 years, ഒരു 5 വയസ്സ് താഴെ ആകുമ്പോഴാണ് ഈ കുട്ടിയുടെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇത് കൺജനറ്റലാണെന്ന് മനസ്സിലായല്ലോ. അപ്പം എന്താണ് ആദ്യം കുട്ടി കാണിക്കുന്നത്? ഒരു ഡിലേഡ് വാക്കിംഗ്. കൊച്ചു ആദ്യം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും. അതേപോലെ ക്ലൈംബിംഗ് സ്റ്റേഴ്സ് ഒക്കെ കയറാൻ ബുദ്ധിമുട്ട്. കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ വന്ന് വീഴും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ, മനസ്സിലായോ? വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ വാക്ക് ചെയ്യാനൊക്കെ മെയിനായിട്ട് ഹിപ്പ് ജോയിന്റ് ഒക്കെ അല്ലേ. അപ്പം മെയിനായിട്ട് പ്രോക്സിമൽ മസിൽസ് വീക്ക്നെസ് തുടങ്ങിയ ആദ്യം ഡിലേഡ് വാക്കിംഗ് ആണ് കാണുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വാഡ്ലിംഗ് ടൈപ്പ് ഓഫ് ഗേറ്റ്. ഈ വാഡ്ലിംഗ് ടൈപ്പ് ഓഫ് ഗേറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഈ പിക്ചർ ആണേ, കാണാമോ? ഇത് കാണുന്നുണ്ടോ? ഇല്ല, കണ്ടോ?
ഒന്നുകൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോണേ. അതായത് നമ്മളെ ആ പ്രോക്സിമൽ മസിൽസിന് വീക്ക്നെസ് ഉണ്ടായിട്ട്, ആ തൈ മസിൽസിന് അവിടെ വീക്ക്നെസ് ഉണ്ടായിട്ട് അത് നമ്മളെ ഹിപ് ജോയിന്റിനെ കറക്റ്റ് രീതിയിൽ എന്തോ അത് കറക്റ്റ് എനിക്ക് മെക്കാനിസം മനസ്സിലായില്ല. അതാണ് വാഡ്ലിംഗ് ഗേറ്റ്. ഞാൻ വേറെ പിക്ചർ വീഡിയോ കാണിച്ചത്, ഇത് നോക്കിയോ. ഇത് ഞാൻ പ്ലേ ചെയ്യാത്തത്, പ്ലേ ചെയ്യാൻ പറ്റുന്ന അൺഎബിൾ ടു പ്ലേ ഡ്യൂറിംഗ് എ കോൾ, അതുകൊണ്ടാണ് പ്ലേ ചെയ്തത്. ആ കുട്ടി നടക്കുന്നുണ്ടോ? ആ കുട്ടി ഗർഭിണികൾ നടക്കുന്നുണ്ടോ? നടക്കുന്ന പോലെ. അത് തന്നെ ഗർഭിണി നടക്കുന്ന പോലെ, അത് തന്നെ. ഓക്കെ, അതായത് ഹിപ് ജോയിന്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ട്, ഞാൻ ഒരു പിക്ചർ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഹിപ് ജോയിന്റ് ആണ് വരച്ചത്. ആദ്യം ഹിപ് ജോയിന്റ് ഇങ്ങനെ താഴോട്ട് പോകും, പിന്നെ അത് തിരിച്ച് നോർമലി വരും, പിന്നെ മുകളിലോട്ട് വരും. അങ്ങനെ നടക്കുന്ന ഒരു ഗേറ്റ് ആണ് വാഡ്ലിംഗ് ഗേറ്റ്. അപ്പൊ ഈ കുട്ടി ആദ്യമേ കാണിക്കുന്ന ഒന്ന് നടക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും. 5 വയസ്സ് താഴെ തന്നെ ആണെന്ന് ആലോചിച്ചോണം. ഓക്കെ, വാഡ്ലിംഗ് ഗേറ്റ് കാണിക്കാൻ തുടങ്ങും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈൻ ആണ് ഗോവർ സൈൻ, GOWER സൈൻ, ഗോവർ സൈൻ. ഞാൻ പറഞ്ഞു പ്രോക്സിമൽ മസിൽസ് എല്ലാം വീക്കാണ്, കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല, ക്ലൈംബിംഗ് സ്റ്റേഴ്സ് ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ഒരു താടി ഇരുത്തുകയോ കടത്തുകയോ ചെയ്താൽ ഈ കുട്ടിക്ക് നമ്മൾ എണീക്കുന്ന പോലെ ചാടി എണീക്കാൻ പറ്റത്തില്ല. ഓക്കെ, കാലിലൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് മാത്രമേ എണീക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിനെ തന്നെ, ഇത് നോക്കണേ, ഇത് മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടോ സ്ക്രീൻ? ഉണ്ട്. ഇനി കണ്ടോ, ഈ കുട്ടി താഴെ കിടക്കുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് കുട്ടി എണീക്കാൻ പോകുന്നുണ്ടോ? ആദ്യം സുപ്പൈൻ പൊസിഷനിൽ പ്രോൺ പൊസിഷനിലോട്ട് കിടന്ന്, എന്നിട്ട് കുട്ടി കൈ കൊണ്ട് കൈ കുത്തി, എന്നിട്ട് കാലിലോട്ട് സപ്പോർട്ട് കൊടുത്ത്, ഞാൻ കാണുന്ന ലാഗ് വരുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കാലിൽ സപ്പോർട്ട് കൊടുത്ത് എണീക്കുന്നു. കണ്ടോ? അതാണ് ഗോവർ സൈൻ. ഗോവർ സൈൻ ഒന്നുകൂടെ ഒരു പിക്ചറൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് നോക്കി, ഈ കുട്ടി ഇപ്പൊ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുക. ആ കുട്ടിക്ക് എണീക്കണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? ഒന്നെങ്കിൽ തിരിഞ്ഞ് റോൾ ചെയ്ത്, 5 ഇയർ താഴെ എന്നല്ല ഞാൻ പറഞ്ഞു. 5 ഇയർ ഒക്കെ ആകുമ്പോൾ കുട്ടി നടക്കേണ്ട പ്രായമല്ലേ, ഓടി കളിക്കേണ്ട പ്രായമാണ്. മനസ്സിലായി? അത് ആലോചിച്ചോണം. ഇത് ഡെവലപ്മെന്റ് ഡിലേ ഒന്നും അല്ല കേട്ടോ. ഓക്കെ, തിരിഞ്ഞ് പ്രോൺ പൊസിഷനിൽ കിടന്നിട്ട് കൈ കുത്തി, പിന്നെ കാല് മുകളിലോട്ട് വെച്ച്, ആ കൈ ഒരു നീല് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഈ സൈനെ പറഞ്ഞാണ് എന്താണ് ഗോവർ സൈൻ. ഓക്കെ, ഒരു പിക്ചറോടെ കാണിച്ചു തരാം. ഇതുണ്ടോ, ആ കുട്ടി എണീക്കാൻ പറ്റുന്നില്ല. പ്രോക്സിമൽ മസിൽസ് എല്ലാം വീക്ക്നെസ് ആണ്, മെയിൻ ആയിട്ട് ഈ ഹിപ് ജോയിന്റിന് അവിടെ ഉള്ള, അത് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ എണീക്കുന്നതിനാണ് നമ്മൾ ഈ ഗോവർ സൈൻ എന്ന് പറയുന്നത്. ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് രണ്ടും ആലോചിച്ച് വെച്ചാൽ മതി, ഗോവർ സൈൻ. ഓക്കെ, അപ്പൊ ഗോവർ സൈൻ എന്തുവാന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇതിനകത്ത് കൊളാറ്ററലി കൊടുത്തിട്ടുണ്ട് ഗോവർ സൈൻ. When the child is asked to stand up, he is incapable of standing. ഒന്നേ കുട്ടി എണീക്കാൻ പറ്റത്തില്ല. ഓക്കെ, or stand with the support of hands on the leg. ഓക്കെ, ഇതിനാണ് നമ്മൾ ഗോവർ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് DMD ആണ്. അപ്പൊ ഇറ്റ്സ് എ പ്രോഗ്രസീവ് മസിൽ വീക്ക്നെസ് ആണ്, അതായത് സിവിയറിറ്റി കൂടിക്കൊണ്ടിരിക്കും, അഫക്റ്റിംഗ് പ്രോക്സിമൽ മസിൽസ്. ഓക്കെ, പ്രോക്സിമൽ മസിൽസിനാണ് എഫക്ട് ചെയ്യുന്നത്. ഈ കുട്ടിയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഡിലേഡ് വാക്കിംഗ് അല്ലെങ്കിൽ ക്ലൈംബിംഗ് സ്റ്റേജ് ആണ്. പിന്നെ വാഡ്ലിംഗ് ഗേറ്റ് കാണാൻ പറ്റും, ഗോവർ സൈൻ കാണാൻ പറ്റും. പിന്നെ ഈ കുട്ടികൾ കാണുന്ന ഒരു ഫീച്ചറാണ് കാഫ് സ്യൂഡോ ഹൈപ്പർട്രോഫി. നമ്മൾ ഈ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? മസിലൊക്കെ ഭയങ്കര, ഈ അത്ലറ്റ്സിന്റെ ഈ കുട്ടിയുടെ കാലുണ്ടോ, കാണാമോ? ഈ കുട്ടിയുടെ കാല് നോക്കിയപ്പോ നമുക്കൊരു അത്ലറ്റിന്റെ കാല് പോലൊക്കെ തോന്നില്ലേ, ഭയങ്കര ഈ കാഫിലെ മസിലൊക്കെ കണ്ടിട്ട്. പക്ഷെ നമ്മൾ അതിനെ തൊട്ട് നോക്കി അതിനകത്ത് മസിലൊന്നുമില്ല, ഫുള്ള് ഫാറ്റ് ആയിരിക്കും, ഭയങ്കര ഫ്ലാബി ഫീൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് നമ്മൾ സ്യൂഡോ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അതായത് മസില് കാരണമല്ല, മനസ്സിലായി, പകരം ഫാറ്റ് ടിഷ്യൂ കാരണമാണ് ഈ ഇത് ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, കാഫ് സ്യൂഡോ ഹൈപ്പർട്രോഫി. അപ്പൊ ഇതിന്റെ DMDയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് കാഫ് ഹൈപ്പർട്രോഫി. അപ്പൊ ഫ്ലാബി ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വീക്ക്നെസ് കൂടി വരും. ഓക്കെ, വയസ്സ് കൂടുന്നതനുസരിച്ച് കൂടി വരും. ഒരു 8-12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഒട്ടും നടക്കാൻ പറ്റാതാവും, വീൽ ചെയറിലാവും. ഓക്കെ, മാക്സിമം ഒരു 10-25 വയസ്സിനുള്ളിൽ കുട്ടി മരിക്കും. ഓക്കെ, കാരണം ഫുൾ ബെഡ് റിഡൺ ആവും. ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഇതിനകത്ത് കാണുന്ന 2 ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് റെസ്പിറേറ്ററി ഫെയിലർ. ഈ ഇന്റർകോസ്റ്റൽ മസിൽസും അതേപോലെ എന്താ പറയുന്നത്, ഇന്റർകോസ്റ്റൽ മസിൽസും പിന്നെ നമ്മുടെ ഡയഫ്രം ഒക്കെ പാരാലിസ് ആയി അവസാനം ഡയഫ്രം ഒക്കെ റെസ്പിറേറ്ററി ഫെയിലറിലോട്ട് പോകും. അതേപോലെ കാർഡിയോമയോപ്പതി, അതിന്റെ ഫീച്ചർ ഇന്നലെ മറ്റേനകത്ത് മയോട്ടോണിക് ഡിസ്ട്രോഫിയിലും ഹിസാന പറഞ്ഞായിരുന്നു. കാർഡിയോമയോപ്പതി ഇതിന്റെ ഫീച്ചർ ആട്ടോ കാർഡിയോമയോപ്പതി. പിന്നെ ഡെത്ത് കൂടുതലും കാണുന്നത് ന്യൂമോണിയ വന്നിട്ടായിരിക്കും. അപ്പം
അപ്പം സിംറ്റമാറ്റിക് ആവുന്നത് 5 വയസ്സിലായിരിക്കും. 8 മുതൽ 12 വയസ്സാകുമ്പോഴത്തേക്ക് വീൽ ചെയറിലാവും. ഓക്കെ, ഡെത്ത് വരുന്നത് ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോൾ ഡെത്ത് വരും. കാരണം ട്രീറ്റ്മെന്റ് വലുതായിട്ടൊന്നും ഇല്ല. ഇന്നലെ മയോട്രോണിക് ഡിസ്ട്രോഫി പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല ബെക്കേഴ്സ് എന്തായിരുന്നു ഇതോടുള്ള വ്യത്യാസം എന്താണ്? ഈ കുട്ടി ഒരു 5 വയസ്സ് താഴെ ആയപ്പോഴല്ലേ സിംറ്റമാറ്റിക് ആയത്. മറ്റേ കുട്ടി ഒരു 10 മുതൽ 15 വയസ്സാകുമ്പോഴായിരിക്കും ആദ്യം സിംറ്റമാറ്റിക് ആവുന്നത്. ഓക്കെ, ഈ കുട്ടി വീൽ ചെയറിലായത് 8 മുതൽ 10-12 വയസ്സിലല്ലേ. മറ്റേ കുട്ടി കുറച്ചുകൂടി ഡിലേഡ് ആയിട്ട് 25 വയസ്സൊക്കെ ആയിരിക്കും. മറ്റേ കുട്ടി ഒരു 25 വയസ്സാകുമ്പോൾ മരിക്കാൻ ചാൻസ് കൂടുതല. മറ്റേ ഈ ബെക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ 40 വയസ്സൊക്കെ 30-40 വയസ്സ് വരെ പോകും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ സിവിയറിറ്റി കുറഞ്ഞൊരു ഡിസീസ് ആണ് ബെക്കേഴ്സ് ഡിസീസ്. അപ്പൊ ഇതിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിസ്ട്രോഫിനോപ്പതി തന്നെ, രണ്ടും ഡിസ്ട്രോഫിൻ ജീന്റെ മ്യൂട്ടേഷൻ കാരണമല്ലേ. ഓക്കെ, അപ്പൊ അത് രണ്ടൊന്നും ഓർത്ത് വെക്കുക. ഈ കുറച്ച് വരുന്ന പ്രസന്റേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ ഞാൻ ഇതാണ് കാഫ് സ്യൂഡോ ഹൈപ്പർട്രോഫി. ഓക്കെ, ഈ സൈനിന്റെ പേരെന്തോ ഇങ്ങനെ എണീക്കുന്നതിന്? ഗോവർ സൈൻ. ഇതും ഗോവർ സൈൻ ആണ്. പിന്നെ ഈ കുട്ടിക്ക് സ്കോളിയോസിസ് ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. സ്കോളിയോസിസ് വരും. ഈ കാഫ് സ്യൂഡോ ഹൈപ്പർട്രോഫി ഇതിന് ഭയങ്കര ഫീച്ചർ ആണ്. കാഫ് സ്യൂഡോ ഹൈപ്പർട്രോഫി വയസ്സ് കൂടുന്നതനുസരിച്ച് കുട്ടി നടക്കുമ്പോൾ ഭയങ്കര വാഡ്ലിംഗ് ഗേറ്റ് ആയിരിക്കും. ഓക്കെ, ഹിപ്പ് ജോയിന്റ് ഒക്കെ അവിടെ ഇങ്ങോട്ടും ആയി ഭയങ്കര വാഡ്ലിംഗ് ഗേറ്റ് ആയിരിക്കും. അവസാനം വീൽ ചെയറിലാവും, പിന്നെ ബെഡ് റിഡൻ ആവും, മരിക്കും. ഓക്കെ, DMD. അപ്പം ഇത് വേറെ പിക്ചർ ആണ്. ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി, ബാലൻസ് ഇല്ല. ഞാൻ പറഞ്ഞു ലോഡോസിസ് ഉണ്ടാവും. കാഫ് സ്യൂഡോ ഹൈപ്പർട്രോഫി അതിന്റെ ഫീച്ചർ ആണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞ ഗോവർ സൈൻ കാണാൻ പറ്റും, ലോഡോസിസ് കാണാൻ പറ്റും, അതേപോലെ വാഡ്ലിംഗ് ഗേറ്റ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു പിക്ചർ ആണ്. ഫസ്റ്റ് പിക്ചർ കൊടുത്തേക്കുന്നത് എന്തുവാ? സ്യൂഡോ ഹൈപ്പർട്രോഫി എടുത്ത് പറയണം കേട്ടാ. മസിൽ ഹൈപ്പർട്രോഫി അല്ല, അതിനകത്ത് ഫാറ്റ് ആണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഫുള്ള് ഫാറ്റ് ആണ്. മസിൽസ് എല്ലാം ഡിസ്ട്രോയ് ആയിട്ട് അവിടെ ഫാറ്റ് കയറിയിരിക്കുവാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ പിക്ചർ കൊടുത്തേക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ പ്രോക്സിമൽ മസിൽസിൽ ഒന്നാണല്ലോ ഈ ഷോൾഡർ ജോയിൻ അവിടെയുള്ള മസിൽസ്. അപ്പം അവിടുത്തെ മസിൽസിനൊക്കെ ഡെൽറ്റോയിഡും ഇൻഫ്രാസ്പൈനറ്റിസിനൊക്കെ ഹൈപ്പർട്രോഫി വേസ്റ്റിംഗ് ഓഫ് ആക്സിലറി ഫോൾഡ്. ഇവിടെ ഉണ്ടോ പോസ്റ്റീരിയർ ആക്സിലറി ഫോൾഡ് ഉണ്ടോ? അവിടെയൊക്കെ വേസ്റ്റ് ആയിട്ടിരിക്കുന്നു. ആ സൈനെ പറയുന്നത് വാലി സൈൻ. എനിക്ക് തോന്നുന്നൊരു താഴ്വര പോലെ അവിടെ കിടക്കും തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് വാലി സൈൻ എന്ന് പറയുന്നത്. വാലി സൈൻ കൊളാറ്ററലും പറയുന്നുണ്ട്. ഓക്കെ, രണ്ട് സൈൻ നമ്മൾ പഠിച്ചു, ഗോവർ സൈൻ, പിന്നെ ഏതാ? രണ്ട് സൈൻ പഠിച്ചു. ഇത്രയും ക്ലിനിക്കൽ ഫീച്ചർ എഴുതി വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാ മസിൽസിന്റെ പ്രശ്നത്തിനും നമ്മൾ ഏത് ടെസ്റ്റാ ചെയ്യുന്നത്? ബ്ലഡ് ടെസ്റ്റ് മസിൽസിന്റെ എല്ലാ പ്രശ്നത്തിനും ക്രിയാറ്റിൻ കൈനേസ് അങ്ങനെ എഴുതണമെന്നില്ല. ക്രിയാറ്റിൻ കൈനേസ് ആയാലും മതി. അതിനെ CPK എന്നും പറയാലോ, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് എന്നും പറയാം. ഓക്കെ, അപ്പം ക്രിയാറ്റിൻ കൈനേസ് ആണ് നമ്മൾ എലിവേറ്റ് ചെയ്യുന്നത് മിക്ക മയോപ്പതിയിലും. അതായത് മസിൽസിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ CPK-MM എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഈ കൊച്ചിന്റെ കാലൊക്കെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം CPK-MM ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട്. ടെക്സ്റ്റ് വലുതായിട്ട് പറയുന്നില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി കുറെ നാൾ കഴിയുമ്പോൾ ബെഡ് റിഡൻ ആവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, ബെഡ് റിഡൻ സമയത്ത് മസിൽ വേസ്റ്റിംഗ് ഒക്കെ നടക്കത്തില്ലേ? മസിൽ വേസ്റ്റിംഗ് സംഭവിച്ച മസിലിന്റെ വേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഈ CPK കൂടുവോ ബോഡിയിൽ? ഇല്ല. അതുകൊണ്ട് CPKയുടെ വാല്യൂ വേരി ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അത് എഴുതി ടെക്സ്റ്റിൽ എക്സാമിനൊന്നും എഴുതി വെക്കണ്ട, ഓർത്തിരുന്നാൽ മതി. അപ്പൊ CPKയുടെ വാല്യൂ കൂടാൻ കുറയൊക്കെ ചെയ്യാം. 5 വയസ്സിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ കൂടി നിൽക്കും. 10-15 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോർമൽ ആയി കാണും. അപ്പൊ നമ്മൾ വിചാരിക്കല്ലേ കുട്ടി നോർമൽ ആയെന്ന് വിചാരിക്കല്ലേ. ഓക്കെ, കുട്ടി ഡിറ്റീരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഞാൻ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ എക്സാമിന് എഴുതാൻ പറഞ്ഞല്ല, അല്ലാതെ പറഞ്ഞ. പിന്നെ നമ്മൾ ചെയ്താണ് മസിൽ ബയോപ്സി. മസിൽ ബയോപ്സി കഴിക്കുമ്പോൾ അവിടെ ഫുള്ള് ഡീജനറേഷനും, ഞാൻ നേരത്തെ പറഞ്ഞു മസിൽ ടിഷ്യൂ റീപ്ലേസ്ഡ് വിത്ത് ഫാറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് വെച്ചാൽ എന്തോ എവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഡിസ്ട്രോഫിന്റെ അല്ലേ? അപ്പൊ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ജനറ്റിക് ടെസ്റ്റ് ചെയ്ത PCR ഫോർ ഡിസ്ട്രോഫിൻ ജീൻ, അതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. പിന്നെ നമ്മൾ പറയുന്നത് കാർഡിയാക് അബ്നോർമാലിറ്റി വല്ലതും ഉണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്യാം. ഇന്നലെ മയോട്രോണിക് ഡിസ്ട്രോഫി പഠിച്ചത് അതേപോലെ തന്നെയാണ് പറഞ്ഞത്, സെയിം കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബെക്കേഴ്സും പറഞ്ഞു, അതേപോലെ എന്തും പറഞ്ഞു DMD ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
തമ്മിലുള്ള രണ്ടും ഡിസ്ട്രോഫിനോപ്പതി തന്നെ, ഡിസ്ട്രോഫിൻ ജീന്റെ പ്രശ്നമാണ്. ഈ DMD-യിൽ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ ഡിസ്ട്രോഫിൻ ജീന്റെ കംപ്ലീറ്റ് ആബ്സെന്റ് ആണ്. ഓക്കെ, ഡിലീഷൻ മ്യൂട്ടേഷൻ. നമ്മൾ ഇന്നലെ പഠിച്ച മയോട്ടോണിക് ഡിസ്ട്രോഫിയിൽ എന്തുവായിരുന്നു ജീന്റെ എന്തോ പ്രശ്നം? ഏത് ജീനായിരുന്നു 1-ല്? DMPK. ഏത് ജീന്റെ? DMPK ജീന്റെ പ്രശ്നമായിരുന്നു. CTG ജീന്റെ എന്താണ്? ഡിലീഷൻ ആണ്, എക്സ്റ്റൻഷൻ ആണ്, എന്തോ സംഭവം? എക്സ്പാൻഷൻ ആണ്, മോർ ദാൻ 80. റെപ്പറ്റേറ്റീവ് ആയിട്ട് കൂടുന്നു. അതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. MD എന്നല്ല കേട്ടോ, DM എന്നാണ് എഴുതേണ്ടത്. ഡിസ്ട്രോഫിയ മയോട്ടോണിക്ക, അതുകൊണ്ടാണ് DM എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ആബ്സെന്റ് ഓഫ് ഡിലീഷൻ ആണ്. പക്ഷെ ബെക്കേഴ്സിൽ എന്താണെന്ന് അറിയാം, ഈ ഡിസ്ട്രോഫിൻ ജീന്റെ കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ബെക്കേഴ്സ് ഡിസ്ട്രോഫി മയോപ്പതി, ഇത്രയാണ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിലോട്ട് കൊടുക്കാം. ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ മയോട്ടോണിക് ഡിസ്ട്രോഫിയിലും പറഞ്ഞ കണക്ക് വലിയ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് കൊടുക്കാം, പ്രെഡ്നിസോളോൺ കൊടുക്കാം. അതിന്റെ ഡോസ് ഒക്കെ പീഡിയാട്രിക് ടെസ്റ്റ് കൊടുത്തുണ്ട്. അത് പറഞ്ഞേക്കുന്ന സ്ട്രെങ്ത് കൂട്ടും, അതേപോലെ ആംബുലേഷൻ അതായത് നടക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്, കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂട്ടും. പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്തുവാണ്? ഫിസിയോതെറാപ്പിയാണ്. അതായത് കുട്ടിയുടെ മസിൽസിനെല്ലാം സ്ട്രെങ്ത് കൊടുക്കുക, അതേപോലെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കുക. മറ്റേ ഡയഫ്രോ ഒക്കെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ പോയി പ്രശ്നമായി കിടക്കുമല്ലേ, അപ്പൊ അതിന് ഫിസിയോതെറാപ്പി ചെയ്യുക. പിന്നെ നമ്മൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നൊക്ടേണൽ ഹൈപ്പോ വെന്റിലേഷൻ ഇവർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞിട്ട് രാത്രിയിലൊക്കെ ഹൈപ്പോ വെന്റിലേഷൻ. അപ്പൊ രാത്രി ഇവർ കിടക്കാൻ നേരത്തെ ഏതാണ്ട് ഒരു മെഷീനൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ, അത് ഞാൻ ഇപ്പൊ കാണിച്ചത്. പിന്നെ നമ്മള് കാർഡിയോമയോപ്പതി ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാണ്, നമ്മൾ എക്കോ എടുത്ത് നോക്കാം. പിന്നെ സൈക്കോളജിക്കലി അവർക്ക് നമ്മൾ എന്താണ് സമാധാനിപ്പിക്കാം, പാരന്റ്സിനൊക്കെ ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ ഉണ്ടാകും, അതിന് ട്രീറ്റ് ചെയ്യുക. കാർഡിയാക് കോംപ്ലിക്കേഷൻ ഉണ്ടാകും, അതിനെ ട്രീറ്റ് ചെയ്യാം. മെയിൻ ആയിട്ട് ഇത് രണ്ടും ഓർത്തിരിക്കുക, പ്രെഡ്നിസോളോണും ഫിസിയോതെറാപ്പി ഓർത്തിരിക്കുക. ഓക്കെ, ഹലോ കേക്കാവോ? അപ്പൊ ഇത്രയാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. ഞാൻ ഇനി ഒരു കാര്യം പറയാം. പണ്ട് നീ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടില്ല, ഒരു ഫേസ്ബുക്ക് വീഡിയോ, ഒരു ബെഡ് റിഡൻ പേഷ്യന്റിന്റെ, അത് DMD ആയിരുന്നോ? അത് DMD. അത് ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം വരയ്ക്കുവാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ഒന്ന് നമുക്ക് ന്യൂറോൺ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഒരു പാഠം വരയ്ക്കണേ. ന്യൂറോൺ, ഇത് മസിലാന്ന് വിചാരിച്ചോ, മസിൽ. അതിന് രണ്ടിനും ഇടയ്ക്ക് ആരുണ്ട്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അപ്പം ന്യൂറോണിന് ഉണ്ടാകുന്ന പ്രശ്നത്തിന് നമ്മൾ എന്താ പറയും? ന്യൂറോപ്പതി. ഓക്കെ, വല്ലാട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകല്ല. മസിലിൽ ഉണ്ടാകുന്ന നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന കുറെ മയോപ്പതീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, മയോപ്പതീസ്. ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന രണ്ട് ഡിസീസ് നമ്മൾ പഠിച്ച ഏതൊക്കെയാ? ഗ്രേവ്സും ലാംബർട്ട്-ഈറ്റൺ സിൻഡ്രോം. അപ്പൊ അത് രണ്ടും ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലാണ് ഉണ്ടാവുന്നത്. ന്യൂറോൺ ഉണ്ടാവണേ നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്നൊക്കെ പറയും. മസിൽസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ മയോപ്പതി, മസിൽ ഡിസ്ട്രോഫി എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ന്യൂറോപ്പതിയും, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലല്ല പറയുന്നത്, അല്ല കുറച്ച് ആരെങ്കിലും പറയണേ. ന്യൂറോപ്പതിയും മയോപ്പതിയും കുറച്ച് വ്യത്യാസം പറയട്ടെ. ന്യൂറോപ്പതി മയോപ്പതി. ഓക്കെ, അപ്പൊ ന്യൂറോപ്പതി, അപ്പൊ നമ്മൾ ഏതൊക്കെ ന്യൂറോപ്പതി ഇതുവരെ പഠിച്ച്? കുറെ പണ്ടോട്ട് ഏതൊക്കെ പഠിച്ചു? മെയിൻ ആയിട്ട് ഏതാ പഠിച്ചായിരുന്നു? ഡയബറ്റിക് ന്യൂറോപ്പതി പഠിച്ചു. ഡയബറ്റിസ് മെലിറ്റസ് കാരണം ഉണ്ടാവുന്ന പഠിച്ചു. പിന്നെ നമ്മൾ ഏതെങ്കിലും വൈറ്റമിൻ കുറഞ്ഞ ന്യൂറോപ്പതി വരുമോ? വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാൽ ന്യൂറോപ്പതി വരാം. B12 അല്ലേ? ഈ ഓർമ്മയില്ല, എന്തായാലും വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഓക്കെ, ഏതെങ്കിലും ഡ്രഗ്സ് കഴിച്ചാൽ ന്യൂറോപ്പതി വരുമോ? പെരിഫറൽ ന്യൂറോപ്പതി. ഫസ്റ്റ് ലൈൻ ആന്റി ട്യൂബറൽ ഡ്രഗ്സിനകത്ത് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഇവിടെ ന്യൂറോമസ്കുലർ ഡിസീസ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചപ്പോൾ ഗില്ലൻ ബാരി സിൻഡ്രോം പഠിച്ചില്ലേ, ഡീമെലിനേറ്റിംഗ് ഡിസോർഡർ. അത് നെർവിനെ നല്ല എഫക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കോസ് ഉണ്ട് ന്യൂറോപ്പതിക്ക്. ഓക്കെ, ഇനി നമ്മള് മയോപ്പതി പറയുവാന്ന് വിചാരിച്ചോ, എക്സാമ്പിള്. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഇന്നും പഠിച്ച മസ്കുലർ ഡിസ്ട്രോഫി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മസ്കുലർ ഡിസ്ട്രോഫി ഏതൊക്കെ പഠിച്ച നമ്മൾ? മസ്കുലർ ഡിസ്ട്രോഫി
Dystrophy. മയോട്ടോണിക് ഡിസ്ട്രോഫി. Myotonic dystrophy. ഡിസ്ട്രോഫി Duchenne മയോട്ടോണിക്, muscular dystrophy. DMD, DMD. Beckers. Beckers. മസ്കുലർ ഡിസ്ട്രോഫി. ഇത് മൂന്നും പഠിച്ചു. ഇനിയും ഉണ്ട് കേട്ടോ, നമ്മൾ എക്സാമിന് ഇത്രയും അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ കുറെ ഇൻഹെറിറ്റഡ് ഡിസോർഡർ കാരണം മയോപ്പതി ഉണ്ടാവാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബയോകെമിസ്ട്രിയിൽ പോംപീസ് ഡിസീസ് ഒക്കെ പഠിച്ചില്ലായിരുന്നു, പോംബി മക്കാർഡീസ് ഡിസീസ്. ഓക്കെ, അങ്ങനെ ആ പോംപീസ് ഡിസീസ് വെരി പുവർ ക്ലാസ് ആവറേജ് മത്തായി ഹാസ് ടേക്കൺ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലായിരുന്നു. അതിനകത്ത് പോംപീസ് ഡിസീസ്. പിന്നെ കുറെ ചാനലോപ്പതീസ്. അതെ, ചാനലോപ്പതി എന്താണെന്നറിയോ? ഞാൻ നേരത്തെ ഒരു നെർവ് വരച്ചിട്ട് മസിൽ വരച്ചില്ലേ? ഈ മസിൽസിനകത്തൊക്കെ കുറെ ചാനൽസ് ഉണ്ട്, സോഡിയം ചാനൽ, പൊട്ടാസ്യം. ഈ സോഡിയം അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഡീപോളറൈസേഷൻ സംഭവിച്ചിട്ടാണ് ഈ കൺട്രാക്ഷൻ ഒക്കെ ഒന്ന് പഠിച്ചിട്ടില്ലേ, സോഡിയം പൊട്ടാസ്യം. ഓക്കെ, അപ്പൊ ഈ ചാനൽസ് ഒരുപാട് സോഡിയം ചാനലുണ്ട്, പൊട്ടാസ്യം കാൽഷ്യം ചാനലുണ്ട്. അപ്പൊ ആ ചാനൽസിന് വരുന്ന കുറെ ഡിഫക്റ്റ്, സോഡിയം ചാനൽ, കാൽഷ്യം, അപ്പൊ അങ്ങനെ മയോപ്പതി വരാം. ഓക്കെ, പിന്നെ കുറെ മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സ്. ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സിനകത്ത് നമ്മൾ മേളാസ് എന്ന് കേട്ടിട്ടുണ്ടോ? മേളാസ്, MELAS, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ മേളാസ്. ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ മയോപ്പതി, E for എൻസെഫലോപ്പതി, L for ലാക്റ്റിക് അസിഡോസിസ്, LA for ലാക്റ്റിക്, S for സ്ട്രോക്ക്. അപ്പൊ അത് ഒരു മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ. അപ്പൊ ഞാൻ പിന്നെ അക്വേർഡ് ആയിട്ട് മയോപ്പതി, ഇത്രയും പറഞ്ഞൊക്കെ കൺജനൈറ്റൽ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇത് കൂടാതെ അക്വേർഡ് ആയിട്ട് മയോപ്പതി വരാം. ഓക്കെ, അത് കുറെ കോസ് ടെക്സ്റ്റ് കിടപ്പുണ്ട് കേട്ടോ, കുറെ എൻഡോക്രൈൻ കോസ് അല്ലാതൊക്കെ വരാം. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ കുറെ എക്സാമ്പിൾ പറഞ്ഞത്, ന്യൂറോപ്പതി, മയോപ്പതി. ഓക്കെ, ഇനി വേറെ കുറച്ച് ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഒന്ന്, ന്യൂറോപ്പതി എപ്പോഴും കൂടുതലും കാണുന്നത് ഡിസ്റ്റൽ മസിൽസിലായിരിക്കും. ഓക്കെ, വീക്ക്നെസ് ഓഫ് ദ ഡിസ്റ്റൽ വീക്ക്നെസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും പ്രശ്നം എന്ന് വെച്ചാൽ വീക്ക്നെസ് ആണല്ലോ, വീക്ക്നെസ്. ഓക്കെ, ഡിസ്റ്റൽ വീക്ക്നെസ് ആയിരിക്കും. മയോപ്പതി എന്തായിരിക്കും? പ്രോക്സിമൽ വീക്ക്നെസ് ആയിരിക്കും, എക്സെപ്റ്റ് Type 1. Type 1 myotonic. ടൈപ്പ് 1. ടൈപ്പ് 2 കുഴപ്പമില്ല, ഇതേപോലെ തന്നെ കേട്ടോ, ടൈപ്പ് 1 മാത്രമേ. അപ്പൊ ഇതിലാണ് ഡിസ്റ്റൽ രണ്ട് മസിൽസിൽ. പിന്നെ ന്യൂറോപ്പതി അല്ലേ, അപ്പൊ ന്യൂറോൺ എഫക്ട് ചെയ്യുന്നുണ്ട്, സെൻസറി ഇൻവോൾവ്മെന്റ് വന്നുകൂടായോ? നമ്മുടെ ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് അപ്പിയറൻസ് അല്ലെങ്കിൽ സെൻസറി ഇൻവോൾവ്മെന്റ് ഇവിടെ കാണും, മറ്റെടുത്ത് കാണുമോ? ഇല്ല, മയോപ്പതി മസിൽസ് അല്ലേ, അപ്പൊ അവിടെ സെൻസറി ഇൻവോൾവ്മെന്റ് ഒന്നും കാണത്തില്ല, പാരസ്തീഷ്യ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കാണത്തില്ല. അപ്പൊ ഇവിടെ നെർവിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെൻഡൻ റിഫ്ലക്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഡീപ് ടെൻഡൻ റിഫ്ലക്സ് Exaggerated. Sorry. Absent. കൂടുക, എന്തായാലും UMN LMN ഒക്കെ വെച്ചിട്ട് കൂടുക കുറയോ എന്നൊക്കെ നമുക്ക് അറിയാം, എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും വേരി ചെയ്യും, മറ്റെടുത്ത് നോർമൽ ആയിരിക്കത്തില്ലേ മയോപ്പതിയില്. പിന്നെ ഇവിടെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തിയ, അപ്പൊ അതായത് നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി അങ്ങനത്തെ സ്റ്റഡി ചെയ്താൽ നമുക്ക് ഇത് ന്യൂറോപ്പതി കണ്ടുപിടിക്കാൻ പറ്റും. മയോപ്പതി ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോ എന്ന് പറഞ്ഞ Biopsy. Single fiber myopathy. ക്രിയാറ്റിനൈനസും ബയോപ്സി. പിന്നെ ഇലക്ട്രോമയോഗ്രഫി പറയുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോമയോഗ്രഫി മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂറോ മസ്കുലർ, ഇതിന്റെ രണ്ടിന്റെ ന്യൂറോപ്പതി മയോപ്പതി അല്ല, ന്യൂറോ മസ്കുലർ ജംഗ്ഷന്റെ ഇടയ്ക്ക് വരുന്ന ഡിസീസ് ഇല്ലേ, ഓക്കെ, അതായത് മൈസ്തീന ഗ്രേവ്സ് ഒക്കെ. അതാണ് നമ്മൾ EMG, നമ്മൾ പറഞ്ഞില്ലേ സിംഗിൾ ഫൈബർ ഇലക്ട്രോമയോഗ്രഫി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്, അജ്മിന പറഞ്ഞില്ലായിരുന്നു, സിംഗിൾ ഫൈബർ ഇലക്ട്രോമയോഗ്രഫി. അപ്പൊ EMG മയോപ്പതിക്കും ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനല്ല, മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലാണ് EMG മെയിൻ ആയിട്ട് ചെയ്യുന്നത്. മയോപ്പതിയിലും ചെയ്യും. മയോപ്പതിയിൽ മെയിൻ ആയിട്ട് ക്രിയാറ്റിൻ കൈനേസും ബയോപ്സിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ ജസ്റ്റ് ന്യൂറോപ്പതിയും നെഫ്രോപ്പതി അല്ല Neuropathy. Myopathy. ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂറോപ്പതി കുറെ ഡിസീസ് ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റീസ് പറഞ്ഞു, വൈറ്റമിൻ ഡെഫിഷ്യൻസി പറഞ്ഞു, ഗില്ലൻ-ബാരി സിൻഡ്രോം പറഞ്ഞു, ഒരുപാട് ന്യൂറോപ്പതിയുടെ എക്സാമ്പിൾ പറഞ്ഞു. കൺജനൈറ്റൽ ആയിട്ടുള്ള ഒരു ന്യൂറോപ്പതിയുടെ എക്സാമ്പിൾ പറയാവോ? വൈവയ്ക്കൊക്കെ ചോദിക്കാവുന്ന. കൺജനൈറ്റൽ ആയിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ട്, ഒരെണ്ണം പറയാം, ഒരു ക്ലൂ തരാം. Hutchinson. ടൂത്ത് പല്ല്. Hutchinson's type. Syphilis. Congenital syphilis. അല്ലല്ല, പല്ലിനെന്താ? ഇവിടെ മയോപ്പതി ഉണ്ടാവും. ന്യൂറോ പല്ലല്ല, ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. കേട്ടിട്ടില്ലേ ഈ വാക്ക്? ഇല്ല. അയ്യോ, ആണോ, സോറി. ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ്, ഇത് പല്ലിന് അസുഖമൊന്നും അല്ല കേട്ടോ, അവരുടെ പേരെങ്ങാണ്ട. അപ്പൊ അത് കൺജനൈറ്റുള്ള ന്യൂറോപ്പതിയുടെ എക്സാമ്പിളാ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഡയബറ്റീസും ഡ്രഗ്സും അതേപോലെ ഗില്ലൻ-ബാരി സിൻഡ്രോം ഒക്കെ അല്ലേ പറഞ്ഞേ. ഓക്കെ, ഇത് കൂടെ കൺജനൈറ്റൽ എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ പറഞ്ഞാൽ മതി. വൈവയ്ക്കൊക്കെ വേണമെങ്കിൽ ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ്. ഓക്കെ,
അത് എന്തോന്ന് പഠിക്കണ്ട, എക്സാം ചോദിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ പിന്നെ നമുക്ക് ഈ വീക്ക്നെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീക്ക്നെസ് ഉണ്ടാവാനുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ന്യൂറോപ്പതി, മയോപ്പതി, ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം, അതൊക്കെ കാരണമല്ലേ നമുക്ക് എന്തുണ്ടാവുന്നത്, വീക്ക്നെസ് ഉണ്ടാവുന്നത്. അതുകൂടാതെ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി, എന്തെങ്കിലും ഹൈപ്പോക്കലീമിയോ, അങ്ങനെ നമുക്ക് എന്തുണ്ടാവാം, വീക്ക്നെസ് ഉണ്ടാവാം, മസിൽ വീക്ക്നെസ് ഉണ്ടാവാം. ഓക്കെ, ഈ നമ്മൾ ഇത് ചെയ്തു, നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി ചെയ്തു, ഓക്കെ, അതേപോലെ ഇലക്ട്രോമയോഗ്രഫി ചെയ്തു, ക്രിയാറ്റിൻ ഫോസ്ഫോ കൈനേസ് ചെയ്തു, പിന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റിന്റെ എല്ലാ സ്റ്റഡിയും ചെയ്തു. ഇതെല്ലാം നോർമലാന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, നെർവ് കണ്ടക്ഷൻ നോർമലാണ്, ഇലക്ട്രോലൈറ്റ് ഒക്കെ എല്ലാം നോർമലാണ്, പൊട്ടാസ്യം സോഡിയം എല്ലാം നോർമലാണ്, ക്രിയാറ്റിൻ കൈനേസ് നോക്കിയപ്പോൾ അതും നോർമലാണ്, നമ്മൾ മയസ്തീനി ആണോ നോക്കാൻ വേണ്ടി ഇലക്ട്രോമയോഗ്രഫി ചെയ്തപ്പോൾ അതും നോർമൽ ആണെങ്കിൽ പിന്നെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട അടുത്തൊരു ഡിസീസ് ആണ് എന്താണ്, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയാല്ല കേട്ടോ, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഓക്കെ, അതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടങ്ങാം. ഇതാരാ? സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പൊ ഈ പുള്ളിക്ക് ഉണ്ടാകുന്ന അസുഖമായിരുന്നു മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അപ്പൊ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ നോട്ടൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് സ്പീഡ് പറഞ്ഞു വരാം. ഓക്കെ, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. പുള്ളി ഇത് വന്നിട്ടാണ് മരിച്ചത്. ഓക്കെ, പുള്ളി പണ്ടോട്ടേ ഉണ്ടായിരുന്നു, അങ്ങനെ. അപ്പം ഏതൊക്കെ മോട്ടോർ ന്യൂറോൺ നമുക്ക് അറിയാവുന്ന? മോട്ടോർ ന്യൂറോൺ, അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർക്കുവാണെ, നമ്മുടെ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ ആന്റീരിയർ ഹോൺ സെല്ല് വരെ ഉള്ള ഇതിനല്ലേ നമ്മൾ അപ്പർ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഞാൻ തെറ്റുണ്ടേ പറയാനാ, എനിക്ക് ഈ ഭാഗത്തോട്ട് വലിയ വിവരം കുറവാണ്. ഓക്കെ, അതിൽ തെറ്റുണ്ടേ വിളിച്ച് പറയണേ, മടിക്കല്ലേ. ഓക്കെ, പിന്നെ ഈ ആന്റീരിയർ ഹോൺ സെല്ല്, അതായത് സ്പൈനൽ കോഡിന്റെ ആന്റീരിയർ ഹോൺ സെല്ലിൽ നിന്ന് മസിൽ വരെ ഉള്ള അതിനല്ലേ നമ്മൾ ലോവർ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ന്യൂറോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ, മോട്ടോർ ന്യൂറോൺ നഷ്ടപ്പെടുന്ന ഉണ്ടാകുന്ന അസുഖമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ആ പേര് തന്നെ ഉണ്ട്, മോട്ടോർ ന്യൂറോണിന്റെ ഡിസീസ്. ഓക്കെ, ഇനി അതിൽ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. ചിലപ്പോൾ UMN മാത്രമാവാം, ചിലപ്പോൾ LMN മാത്രമാവാം, ചിലപ്പോൾ രണ്ടും കൂടി വരാം. ഓക്കെ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഹലോ, പറയട്ടെ? ഹലോ, ഓക്കെ. അതായത് നമ്മളെ അപ്പർ മോട്ടോർ ന്യൂറോൺ എവിടുന്ന് അറൈസ് ചെയ്യുന്നത്? നമ്മുടെ കോർട്ടെക്സിൽ നിന്നല്ലേ? ഓക്കെ, കോർട്ടെക്സ്, അവിടെ നമ്മുടെ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഇല്ലേ, നമ്മുടെ പിരമിഡൽ ട്രാക്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പം അവിടുത്തെ കോർട്ടെക്സിൽ ഏതെങ്കിലും ന്യൂറോൺ, ടെക്സ്റ്റിലെ സെന്റൻസ് ആയിരുന്നു, ലോസ് ഓഫ് അപ്പർ ഓർ ലോവർ മോട്ടോർ ന്യൂറോൺ ഓൺ ദ സ്പൈനൽ കോഡിലെ അല്ലെങ്കിൽ കോർട്ടെക്സിലെ അല്ലെങ്കിൽ അവിടുന്ന് അറൈസ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് ഉണ്ടല്ലോ, ഇവിടൊക്കെ ഉണ്ടാവുന്ന ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ മോട്ടോർ ന്യൂറോൺസിന് ലോസ് ഉണ്ടാവുന്ന ഡിസീസാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സ്പൈനൽ കോഡിന്നോ അല്ലെങ്കിൽ കോർട്ടെക്സിന്നോ അല്ലെങ്കിൽ ക്രേനിയൽ നെർവ്സിലോ ഉണ്ടാവുന്ന മോട്ടോർ ന്യൂറോൺസിന്റെ നഷ്ടത്തിന് ലോസ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ UMN മാത്രം അഫക്ട് ചെയ്യുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ നമ്മൾ പറയുന്നതാണ് UMN. അതായത് കോർട്ടെക്സ് മുതൽ ആന്റീരിയർ ഹോൺ സെൽ വരെ നമ്മുടെ സ്പൈനൽ കോഡ് ഇങ്ങനെ വരയ്ക്കുവാണെന്ന് വിചാരിച്ചു, H ഷേപ്പിൽ ഇങ്ങനെയാണ്ടല്ലേ വരയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ മുകളിൽ നിന്ന് എന്താണ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഇങ്ങനെ വന്നിട്ട് ആന്റീരിയർ ഹോൺ സെല്ലിൽ വരും അല്ലേ? എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ആന്റീരിയർ ഹോൺ സെല്ല് മുതലല്ലേ നമ്മുടെ ലോവർ മോട്ടോർ ന്യൂറോൺ അറൈസ് ചെയ്ത് മസിലിലോട്ട് പോകുന്നത്. ഓക്കെ, നെർവ് അറൈസ് ചെയ്ത് മസിലിന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ അപ്പർ മോട്ടോർ ന്യൂറോൺ മാത്രം അറൈസ് ചെയ്യുന്ന, അപ്പർ മോട്ടോർ ന്യൂറോൺ മാത്രം ഉണ്ടാക്കുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് നമ്മൾ പറയുന്നതാണ് പ്രൈമറി ലാറ്ററൽ സ്ക്ലീറോസിസ്. നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പഠിച്ചിട്ടില്ലേ, അതേപോലെ ഓർത്തത് പ്രൈമറി ലാറ്ററൽ സ്ക്ലീറോസിസ്. ഓക്കെ, LMN മാത്രം അഫക്ട് ചെയ്യുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ പറയുന്നതാണ് സ്പൈനോ മസ്കുലാർ അട്രോഫി. കേട്ടിട്ടില്ലേ? നമ്മുടെ എക്സാമിനൊക്കെ കഴിഞ്ഞ നമ്മുടെ എക്സാമിന് കഴിഞ്ഞ വട്ടം ചോദിച്ചായിരുന്നു, പീഡിയാട്രിക് ക്വിസിന്റെ ഇടയ്ക്ക് ഏതോ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചായിരുന്നു.
Transmission, mode of transmission. Mode of transmission. അങ്ങനെ എന്തോ ചോദിച്ചാൽ അപ്പം LMN എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ സ്പൈനോ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത്. ആന്റീരിയർ ഹോൺസെലിനെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ആന്റീരിയർ ഹോൺസെലിനെ എഫക്ട് ചെയ്യുന്ന വേറെ ഡിസീസ് ആർക്കെങ്കിലും പറയാമോ? സെക്കൻഡ് ഇയർ പഠിക്കുന്ന പോളിയോ. വെരി ഗുഡ്. പോളിയോ ആന്റീരിയർ ഹോൺസെലിനെയാണ്. അപ്പൊ ഇവിടെ SMA-യും ആന്റീരിയർ ഹോൺസെലിനെയാണ് എഫക്ട് ചെയ്യുന്നത്, പോളിയോയും എഫക്ട് ചെയ്യുന്നത്. ഈ SMA-യുടെ മരുന്നിനൊക്കെ ഭയങ്കര വില കേട്ടോ, 13 ലക്ഷം രൂപയാണ്. ഈ പത്രത്തിലൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു, ഓസ്ട്രേലിയയിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് ആരുടെ പറഞ്ഞപ്പോ പറഞ്ഞു ഈ മലബാർ മെഡിക്കൽ കോളേജ് ഏതോ അവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഇപ്പൊ കൊടുത്തു തുടങ്ങി എന്നൊക്കെ പറയുന്നത് SMA-യുടെ മരുന്ന്. ഓക്കെ, ഇനി UMN-ഉം LMN-ഓട് ഒരുമിച്ച് രണ്ടിലും ലോസ് വരുവാന്ന് വിചാരിച്ചോ. ഓക്കെ, UMN-ലെ ലോസും LMN ലോസും ഉണ്ടാവുന്ന ഡിസീസ് ആണ് നമ്മുടെ മെയിൻ സംഭവം ALS, അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. ഈ ALS ആയിരുന്നു മറ്റേ സ്റ്റോൺ, എന്താ പേര്, സ്റ്റീഫൻ ഹോക്കിംഗ്. പുള്ളിക്ക് ഉണ്ടായിരുന്നത് ALS ആയിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ കുറെ ടൈപ്പായിട്ട് തിരിക്കാം. 4 ടൈപ്പ് ടെക്സ്റ്റ് പറയുന്നുണ്ട്, തൽക്കാലം 3 പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് UMN-നെ മാത്രം എഫക്ട് ചെയ്യുവാണെങ്കിൽ പ്രൈമറി ലാറ്ററൽ സ്ക്ലിറോസിസ് എന്നും, LMN-നെ എഫക്ട് ചെയ്യുവാണെങ്കിൽ ആന്റീരിയർ ഹോൺസെലിനെ എഫക്ട് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ സ്പൈനോ മസ്കുലർ അട്രോഫി. രണ്ടും കൂടെ എഫക്ട് ചെയ്യുവാണെങ്കിൽ UMN പ്ലസ് LMN എഫക്ട് ചെയ്യുവാണെങ്കിൽ അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. ഇപ്പൊ മോസ്റ്റ് കോമൺ ഏതാന്ന് വെച്ചാൽ ALS ആണ്. ഓക്കെ, പുള്ളിക്കാരനുണ്ടായിരുന്ന ALS ആണ് മോട്ടോർ ന്യൂറോൺ ഡിസീസിൽ കോമൺ. ചില സമയത്ത് നമ്മൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നുള്ള വാക്കും ALS നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും കേട്ടോ, ALS. ഓക്കെ, മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ പറ്റി വലുതായിട്ടൊന്നും നമുക്ക് പറഞ്ഞ കൊളാറ്ററിൽ 2 മാർക്ക് ഒന്ന് കണ്ടായിരുന്നു, നമുക്ക് ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇത് ഓവർ എക്സ്പ്രഷൻ ഓഫ് ALS ആണ് പറയുന്നത്. ALS ഓവർ ക്ലാസ് ഒരുപാടായോ? നിർത്തണോ? ഇല്ല ഓവറായോ? അത്രയും കിടക്കാം. Okay.